എല്ലാവർക്കും നമസ്കാരം. ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമിയുടെ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമൃത. ഞാൻ നിങ്ങൾക്ക് അപ്ലൈഡ് മെക്കാനിക്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ ജാനുവരി 8 നടന്ന ഓവർസിയർ എക്സാമിന് വേണ്ടി ഗ്രാവിറ്റി അക്കാഡമി കൊണ്ടുവന്ന ഒരു കോഴ്സായിരുന്നു സീറോ ടു ഹീറോ. സീറോ ടു ഹീറോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചു. ഇനി വരാൻ പോകുന്ന മെയ് 6-നും 15-നും നടക്കാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് സീറോ ടു ഹീറോയുടെ ഫേസ് 2-വുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന ഏപ്രിൽ 14-ന് ഞങ്ങളുടെ പുതിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഞങ്ങൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ ഞങ്ങളുടെ ആപ്ലിക്കേഷനായ GLearn വഴിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. GLearn ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോന് കീഴിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് 25% ഡിസ്കൗണ്ട് കൂടെ ലഭിക്കുന്നുണ്ട്. എന്ത് ക്വറീസിനും ഡൗട്ട്സിനും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഞാൻ അപ്ലൈഡ് മെക്കാനിക്സിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. ആ 10 ക്വസ്റ്റ്യൻസും അതിന്റെ ഓപ്ഷനും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈഡ് മെക്കാനിക്സിലെ കുറച്ചധികം ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ് ഈച്ച് ഈക്വൽ ടു P/4 ആൻഡ് ആക്ടിങ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. P/4 മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് ഫോഴ്സസ് റൈറ്റ് ആംഗിൾ ആക്ട് ചെയ്യുമ്പോഴുടെ അവരുടെ റിസൾട്ടന്റ് ആണ് ചോദിച്ചത്. അപ്പം ഇത് ഫോഴ്സ് റിലേറ്റഡ് ആണ്. അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഫോഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പുഷ് ഓർ പുൾ ആണ് അല്ലേ. ഇറ്റ് ടെൻസ് ദ ബോഡി ടു മൂവ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ബോഡി എന്ത് ചെയ്യിക്കും? മൂവ് ചെയ്യാൻ ടെൻറ്റ് ചെയ്യിക്കും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യിക്കും. അപ്പം നമ്മൾക്കിവിടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം അല്ലെങ്കിൽ ന്യൂട്ടൻസ് ലോ ഓഫ് മോഷൻ പറയുന്നത് എന്താണ്? എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ അൺടിൽ അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുന്നത് വരെ ബോഡി അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അതെന്ത് അവസ്ഥയിലാണോ അതിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് നമുക്ക് ഒന്നാമതായി പറയാൻ പറ്റുന്ന കാര്യം, ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യിക്കാൻ നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യുന്നത് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫോഴ്സ് എന്ന് വിളിക്കും അല്ലെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് ഫോഴ്സിനൊരു ഡെഫിനിഷൻ ആണ്. ഇതൊരു തവണ PSCയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് നോക്കാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഗിവ്സ് ദി ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ്. എന്താണ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഗിവ്സ് ദി ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ എന്താണ് പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ് അല്ലെ. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റത്തിന് നമ്മൾ എന്താണ്? dp/dt എന്നാണ് എഴുതുന്നത്. അതേപോലെ P എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അവിടുന്ന് നമ്മൾ എഴുതിയിരുന്നു F പ്രപ്പോർഷണൽ ടു M ഇൻറ്റു dv/dt. dv/dt എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, അത് ആക്സിലറേഷൻ ആണ്. അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. എന്താണ്? F ഈക്വൽ ടു ma. ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. F ഈക്വൽ ടു ma. ഒരു ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ നമ്മളെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഗിവ്സ് ദി ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ഫോഴ്സ്. എല്ലാവരും ഓർത്ത് വയ്ക്കുക, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഗിവ്സ് ദി ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ഫോഴ്സ്. അപ്പൊ നമ്മൾ ഫോഴ്സ് എന്താണെന്ന് നോക്കി. ഇങ്ങനെ ഏതൊരു ക്വാണ്ടിറ്റി പഠിച്ചാലും നമുക്ക് അതിന്റെ യൂണിറ്റും ഡയമെൻഷനും കൂടി പഠിക്കണം. ഓക്കെ, ഫോഴ്സിന്റെ യൂണിറ്റുകൾ നമുക്ക് 4 സിസ്റ്റത്തിലും പഠിക്കണം. SI സിസ്റ്റത്തില്, CGS സിസ്റ്റത്തില്, FPS സിസ്റ്റത്തില്, അതേപോലെ തന്നെ MKS സിസ്റ്റത്തില്. SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് ന്യൂട്ടൺ ആണ്. SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഓക്കെ, അതേപോലെ തന്നെ CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം ആണ്. CGS സിസ്റ്റത്തില് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആണ്. ഡൈൻ ഓർത്തു വെക്കുക. അതേപോലെ തന്നെ FPS സിസ്റ്റം ഫൂട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റം ആണ്. അതിനകത്ത് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പൗണ്ടൽ ആണ്. പൗണ്ട് അല്ല, പൗണ്ട് മാസിന്റെ യൂണിറ്റ് ആണ് പൗണ്ടൽ. അതിന് നമ്മൾ PDL എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി MKS സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം ഫോഴ്സ് ആണ്. KGF കിലോഗ്രാം ഫോഴ്സ്. എല്ലാവരും ഓർത്തു വെക്കാം. ഇനി ഈ യൂണിറ്റുകളുടെ കൂടെ തന്നെ ഇവർ തമ്മിലുള്ള ചെറിയ കൺവേർഷൻസും കൂടി നമുക്ക് പഠിക്കണം. അതിൽ ഒന്നാമത്തെ കൺവേർഷൻ എന്ന് പറയുന്നതാണ്, ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁵ ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁵ ഡൈൻ ആണ്. ഇനി നെക്സ്റ്റ്, ഒരു പൗണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.138 ന്യൂട്ടൺ ആണ്. അതേപോലെ തന്നെ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 7.233 പൗണ്ടലുമാണ്. അത് കണക്ട് ചെയ്ത് പഠിക്കുക. ഒരു പൗണ്ടൽ എന്ന് പറഞ്ഞാൽ 0.138 ന്യൂട്ടൺ ആണ്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 7.233
പൗണ്ടിലാണ്. ഇനി നെക്സ്റ്റ് ഒരു KGF എന്ന് പറഞ്ഞാൽ 9.81 ന്യൂട്ടനും കൂടെയാണ്. അതുകൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഒരു KGF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.81 ന്യൂട്ടൺ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അപ്പൊ നമ്മൾ യൂണിറ്റ്സ് എല്ലാം പഠിച്ചു. ഇനി ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഇക്വേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം F=ma ആണ്. എമ്മിന്റെ ഡയമെൻഷണൽ ഫോർമുല എല്ലാവർക്കും അറിയാം, ക്യാപിറ്റൽ M ആണ്. ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല Lt⁻² ആണ്. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് mLt⁻². ഇതുകൂടെ അതിന്റെ കൂടെ ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 4 ടൈപ്പ് ഫോഴ്സ് ഉണ്ട്. കോപ്ലനാർ ഫോഴ്സ്, കൺകറന്റ് ഫോഴ്സ്, കൊളീനിയർ ഫോഴ്സ് ആൻഡ് ലൈക്ക് ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കോപ്ലനാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ദി ഫോഴ്സസ് ആക്ടിങ് ഇൻ എ പ്ലെയിൻ, ഇൻ എ സിംഗിൾ പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കോപ്ലനാർ. ഒരേ പ്ലെയിനിലാണ് എല്ലാ ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ എങ്കിൽ നമ്മൾ അതിനെ കോപ്ലനാർ എന്ന് വിളിക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് കൺകറന്റ് സിസ്റ്റം. എല്ലാ ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കൺകറന്റ് സിസ്റ്റം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, കൊളീനിയർ സിസ്റ്റം ആണ്. കൊളീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരേ ലൈനിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? കൊളീനിയർ സിസ്റ്റം. ഇനി ലാസ്റ്റ് സിസ്റ്റമാണ് ലൈക്ക് ആൻഡ് അൺലൈക്ക് പാരലൽ സിസ്റ്റം. എന്താണ് ലൈക്ക് പാരലൽ എന്ന് പറഞ്ഞാൽ? എല്ലാ ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ പാരലലുമായിരിക്കും, അവരുടെ ഡയറക്ഷൻ സെയിമും ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലൈക്ക് പാരലൽ സിസ്റ്റം. ഇനി അഡ്ജസന്റ് ഫോഴ്സസിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ, അവർ പാരലൽ ആണ് പക്ഷെ അവരുടെ ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ് അഡ്ജസന്റ് ആളുകളുടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്നതാണ് അൺലൈക്ക് പാരലൽ സിസ്റ്റം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ 4 സിസ്റ്റമും നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു പ്രോബബിൾ ഏരിയ കൂടിയാണ്. നമുക്ക് നോക്കാം. ഒന്നാമത് നോക്കാം, ഫോഴ്സ് ആക്ടിങ് ഇൻ ദ ഗെയിം തഗ് ഓഫ് വാർ. തഗ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ വടംവലി. നിങ്ങൾക്കറിയാം വടംവലി എന്ന് പറയുമ്പോൾ ഒരു ലൈനാണ്, അവിടെ എല്ലാ ഫോഴ്സും ഒരേ ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കൊളീനിയർ ഫോഴ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ആക്ടിങ് ഇൻ ലെഗ്സ് ഓഫ് എ ട്രൈപോഡ്. ട്രൈപോഡ് നിങ്ങൾക്ക് അറിയാം അല്ലെ, 3 ലെഗിന്റെയും കണക്ഷൻ എവിടെയാണ്? ഒരു സിംഗിൾ പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പൊ എല്ലാ ഫോഴ്സസും വന്ന് ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്, പക്ഷെ അവരൊരു പ്ലെയിനിലല്ല. അതുകൊണ്ട് നമ്മൾ പറയും കൺകറന്റ് ആണ്, പക്ഷെ അവര് നോൺ കോപ്ലനാർ ആണ്. ഇനി ഒരു മൂവിംഗ് വെഹിക്കിളിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പാസഞ്ചറിൽ എന്തൊക്കെ ഫോഴ്സസ് ആയിട്ട് ഇങ്ങനെയുള്ള ഫോഴ്സ് സിസ്റ്റം ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? അത് കൺകറന്റും ആയിരിക്കില്ല, കോപ്ലനാറും ആയിരിക്കില്ല. ഓർത്തു വയ്ക്കാം, ഫോഴ്സസ് ആക്ടിങ് ഓൺ എ പാസഞ്ചർ ഇൻ എ മൂവിംഗ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അത് നോൺ കൺകറന്റുമായിരിക്കും, നോൺ കോപ്ലനാറുമായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഹൊറിസോണ്ടൽ ട്രാക്കിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനിന്റെ വീലിന്റെ വെയിറ്റുകൾ എങ്ങനെയുള്ള ഫോഴ്സ് സിസ്റ്റം ആണെന്നാണ്. നമുക്കറിയാം ഹൊറിസോണ്ടൽ ട്രാക്ക് ആകുമ്പം എല്ലാം താഴോട്ട് ഒരേപോലെ ആക്ട് ചെയ്യും അല്ലെ. അപ്പൊ എന്താണ്? ഡയറക്ഷനും സെയിം ആണ്, അവർ പാരലലുമാണ്. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സിസ്റ്റം ഏതാണ്? ലൈക്ക് പാരലൽ ഫോഴ്സസ്. ഓർത്ത് വയ്ക്കുക, ദ വെയിറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദി വീൽസ് ഓഫ് എ സ്റ്റേഷനറി ട്രെയിൻ ഓൺ എ ഹൊറിസോണ്ടൽ ലെവൽ ട്രാക്ക് എന്ന് പറയുന്നത് ഏതാണ്? ലൈക്ക് പാരലൽ ഫോഴ്സസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? റിസൾട്ടന്റ് ആണ്. അപ്പം റിസൾട്ടന്റ് കാണാൻ നമുക്ക് പാരലോഗ്രാം ലോ ഉണ്ട്, ട്രയാങ്കുലർ ലോ ഉണ്ട്, പോളിഗൺ ലോ ഉണ്ട്, അങ്ങനെ പല ലോസും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മൾ പാരലോഗ്രാം ലോ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള റിസൾട്ടിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് എപ്പോഴും പ്രോബ്ലംസ് ചെയ്യാറുള്ളത്. നമുക്ക് നോക്കാം. 2 ഫോഴ്സസ് പിയും ക്യൂവും തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിളിൽ ആക്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ ഒരു പാരലോഗ്രത്തിന്റെ 2 സൈഡായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡയഗണൽ ആയിരിക്കും ആ ഫോഴ്സസിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്താണ് കിട്ടുന്നത്? റിസൾട്ടന്റ് R=√p² + q² + 2pq cos θ. എല്ലാവരും ഓർത്ത് വയ്ക്കുക. റിസൾട്ടന്റ് = വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, റിസൾട്ടന്റ് കാണാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഓർത്ത് വയ്ക്കാം. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ നമ്മുടെ ഫോഴ്സ് പി റിസൾട്ടന്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്. tan α = q sin θ / p + q cos θ.
ടാൻ ആൽഫ ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഈ ഇക്വേഷനും ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലവും നമുക്ക് എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനും നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 ഫോഴ്സസ് ഉണ്ടായിരുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് P/4 ആയിരുന്നു. അവർ ആക്ട് ചെയ്തിരുന്നത് 90 ഡിഗ്രിയിലായിരുന്നു. അപ്പൊ നമുക്കിവിടെ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ ഉണ്ട്. റിസൾട്ടന്റ് കാണാൻ നമുക്ക് റൂട്ട് ഓഫ് ഫസ്റ്റ് ഫോഴ്സ് P/4 ദി ഹോൾ സ്ക്വയർ. അതേപോലെ തന്നെ സെക്കൻഡ് ഫോഴ്സും P/4 ദി ഹോൾ സ്ക്വയർ. എക്സാം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റെപ്സ് ഒന്നും എഴുതരുത്. മാക്സിമം മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി cos 90 അല്ലെ, 2pq cos 90. cos 90യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് ആ ടേം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് വരുമ്പോഴത്തേക്കും റൂട്ടിനകത്ത് 2p² വരും. അടിയിൽ 4² 16 ആണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം 16ന്റെ റൂട്ട് 4 ആണ്. ഇവിടെ റൂട്ട് 2 ഉണ്ട്. p²ന്റെ റൂട്ട് p ആണ്. പക്ഷെ ഇതിനെ നമ്മൾ 4ഉം റൂട്ട് 2ഉം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് p/2√2 എന്ന ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് p/2√2 ആയിരുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റേഷ്യോ ഓഫ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആൻഡ് വെലോസിറ്റി റേഷ്യോ ഈസ്. ഇത് സിമ്പിൾ മെഷീൻ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം. കുറെ പേർക്ക് അറിയായിരിക്കും. നമുക്ക് നോക്കാം എന്താണ് സിമ്പിൾ മെഷീൻ. ചെറിയ ഒരു എഫേർട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ വലിയൊരു ലോഡ് അല്ലെങ്കിൽ വലിയൊരു റെസിസ്റ്റൻസ് ഓവർകം ചെയ്യുന്ന കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, നമ്മൾ കാറൊക്കെ ജാം ആയി കഴിയുമ്പം സ്ക്രൂ ജാക്ക് ഉപയോഗിച്ചിട്ടാണ് അതിനെ ഉയർത്തുന്നത് അല്ലെ. അപ്പൊ ആ സ്ക്രൂ ജാക്ക് എന്ന് പറയുന്നത് കാറിന്റെ വെയിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു എഫേർട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള മെഷീൻസിനെ നമ്മൾ പറയുന്നതാണ് സിമ്പിൾ മെഷീൻസ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ലിവർ, പുള്ളി എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സിമ്പിൾ മെഷീൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഞാനിവിടെ W എന്ന് പറയുന്ന ഒരു വെയിറ്റ് ഉയർത്താൻ പോവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ എൻഡിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫേർട്ട്. ഇവിടെ നമുക്ക് എന്താണോ ഉയർത്തേണ്ടത് അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ലോഡ്. അപ്പൊ ഞാനിവിടെ ഒരു എഫേർട്ട് P കൊടുത്തു അല്ലെ. Pനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫേർട്ട്. ഓക്കെ, ഞാൻ എഫേർട്ട് P കൊടുക്കുന്ന സമയത്ത് ഈ എൻഡ് സർട്ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കും. അതിനെ ഞാൻ Y എന്ന് വിളിച്ചു. അതേപോലെ തന്നെ ഇവിടെ Y ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമ്പം ഇവിടെയുള്ള W എന്ന് പറയുന്ന ലോഡ് മുകളിലോട്ട് ഉയരും അല്ലെ. അവിടെയും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അതിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? X എന്ന് വിളിച്ചു. ശരിയല്ലേ? അപ്പോൾ നമുക്കൊരു സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്. എന്താണ് ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണ്. ഞാൻ സിസ്റ്റത്തിൽ ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ എങ്ങനെയാണ് കാണുന്നത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ കൊടുത്ത ഫോഴ്സ് P ഇൻറ്റു അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് Y. ഇനി എനിക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടിയത്? ഈ ലോഡ് ലിഫ്റ്റ് ആയി. അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും ഒരു വർക്ക് ഡൺ ആണ്. അത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. ഓർത്ത് വെക്കുക, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അവിടെ നമുക്ക് എന്താണ് കിട്ടിയത്? W എന്ന് പറയുന്ന ലോഡ് X ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ആയി. അപ്പൊ അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് W ഇൻറ്റു X. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ടേം ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഓർത്ത് വെക്കുക, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസ് ദ റേഷ്യോ ഓഫ് ലോഡ് ടു എഫേർട്ട് W/P. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ദ റേഷ്യോ ഓഫ് ലോഡ് ടു എഫേർട്ട്. നെക്സ്റ്റ് പഠിക്കാനുള്ള ടേം ആണ് വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു W/P ആണ്. ലോഡ് ടു എഫേർട്ട് ആണ്. വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y/X ആണ്. എഫേർട്ട് ഡിസ്റ്റൻസ് ടു ലോഡ് ഡിസ്റ്റൻസിന്റെ റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഈ രണ്ടും ഓർത്തു വെക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ടേം ആണ് എഫിഷ്യൻസി. എഫിഷ്യൻസിയെ നമ്മൾ ഈറ്റ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈറ്റ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് ആണ് കേട്ടോ ഇത്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. നമ്മൾ നോർമലി ഇത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം എഫിഷ്യൻസി നമ്മൾ പഠിച്ചു, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് നോക്കാം. ഔട്ട്പുട്ടിനെ ഞാൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു? W ഇൻറ്റു X. W ഇൻറ്റു
എക്സ്. അതേപോലെ തന്നെ ഇൻപുട്ടിനെ ഞാൻ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, പി ഇൻറ്റു വൈ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് 2 ക്വാണ്ടിറ്റീസ് കിട്ടും. W/P എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇനി ഇവിടെ നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടും x/y. നമുക്കറിയാം y/x എന്തായിരുന്നു, വെലോസിറ്റി റേഷ്യോ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ x/y-നെ എനിക്ക് 1/വെലോസിറ്റി റേഷ്യോ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് പുതിയൊരു റിലേഷൻ കിട്ടി. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റിനും ഇത് തന്നെയായിരുന്നു. റേഷ്യോ ഓഫ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആൻഡ് വെലോസിറ്റി റേഷ്യോ ഈസ്, ആൻസർ ഈസ് എഫിഷ്യൻസി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കണം. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലീവറേജ് ഈസ് ദി റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ആം ആൻഡ് എഫേർട്ട് ആം ആൻഡ് ലെങ്ത് ഓഫ് ലിവർ, എഫേർട്ട് ആം ആൻഡ് റെസിസ്റ്റൻസ് ആം, അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ലിവർ ആൻഡ് എഫേർട്ട് ആം. ലിവർ എന്ന് പറയുന്നതും ഒരു സിമ്പിൾ മെഷീനാണ്. നമുക്ക് നോക്കാം. ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ബാർ, അതിന് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഫൾക്രം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കും പിവേർട്ട്. ഫൾക്രം എന്നും വിളിക്കാറുണ്ട്, പിവേർട്ട് എന്നും വിളിക്കാറുണ്ട്. ഫൾക്രം അല്ലെങ്കിൽ പിവേർട്ടിനെ എബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ് ബാറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിവർ. ഇവിടെ നമുക്ക് നോക്കാം, നമ്മൾ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ ലോഡ്, ഇതാണ് നമ്മുടെ എഫേർട്ട്. ഓക്കെ, അപ്പം ലോഡും ഉണ്ട് എഫേർട്ടും ഉണ്ട്. ലോഡും ഫൾക്രവും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എ എന്ന് വിളിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഡ് ആം, അല്ലെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് ആം എന്നും വിളിക്കാറുണ്ട്, റെസിസ്റ്റൻസ് ആം. ഇനി ഇവിടെ എഫേർട്ടും ഫൾക്രവും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫേർട്ട് ആം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ലോ ഓഫ് ലിവർ. ലോ ഓഫ് ലിവർ പറയുന്നത് ലോഡ് ഇൻറ്റു ലോഡ് ആം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. അപ്പൊ ഇവിടുന്ന് ഒരു റിസൾട്ട് കൂടെ നമുക്ക് കിട്ടും, W/P ഈക്വൽ ടു B/A. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ലീവറേജ് ഈസ് ദ റേഷ്യോ ഓഫ്. എന്താണ് ലീവറേജ്? ലീവറേജ് എന്ന് പറഞ്ഞാൽ B/A ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എഫേർട്ട് ഡിസ്റ്റൻസ് ടു ലോഡ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ലോഡ് ആം. എഫേർട്ട് ആം ടു ലോഡ് ആമിന്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്, കറക്റ്റ് ഓപ്ഷൻ സി ആണ്, എഫേർട്ട് ആം ടു റെസിസ്റ്റൻസ് ആം. റെസിസ്റ്റൻസിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഈ ലിവറിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ലിവർ, സെക്കൻഡ് ക്ലാസ് ലിവർ, അതേപോലെ തന്നെ തേർഡ് ക്ലാസ് ലിവർ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലാസ് ലിവർ എന്ന് പറഞ്ഞാൽ അവന്റെ ലോഡിന്റെയും എഫേർട്ടിന്റെയും ഇടയിലായിട്ടാണ് ആര് വരുന്നത്, ഫൾക്രം വരുന്നത്. അങ്ങനെയുള്ള ലിവേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ക്ലാസ് ലിവർ. അതിന് എക്സാമ്പിൾ എല്ലാവർക്കും അറിയാം. നമുക്ക് സിസേഴ്സ് അതിന്റെ എക്സാമ്പിൾ ആണ്. അതിന്റെ ഫൾക്രം ഇവിടെയാണ്, ലോഡ് ഒരു എൻഡിലും അടുത്ത എൻഡിൽ എഫേർട്ടുമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹാമർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫൾക്രം ഇവിടെയാണ്, ലോഡും എഫേർട്ടും മറ്റ് 2 എൻഡുകളിലാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് സെക്കൻഡ് ക്ലാസ് ലിവർ. സെക്കൻഡ് ക്ലാസ് ലിവറിൽ ലോഡാണ് എഫേർട്ടിനും ഫൾക്രത്തിനും ഇടയിൽ വരുന്നത്. അങ്ങനെയുള്ള ലിവേഴ്സിനെ വിളിക്കുന്നതാണ് സെക്കൻഡ് ക്ലാസ് ലിവേഴ്സ്. നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, എഫേർട്ടും ഫൾക്രവും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ബി. ലോഡും ഫൾക്രവും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വിളിച്ച പേരായിരുന്നു എ. അപ്പൊ ഇവിടുന്ന് ക്ലിയർലി നമ്മുടെ ലീവറേജ് ആയ B/A എന്തായിരിക്കും, ബി ആണ് വലുത് എയേക്കാൾ. അപ്പൊ B/A ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇങ്ങനെയുള്ള ലിവേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫേർട്ട് മൾട്ടിപ്ലയർ ലിവർ. ഇതിന് എക്സാമ്പിൾ വരുന്നതാണ് നമ്മുടെ ലെമൺ സ്ക്യൂസർ, നട്ട് ക്രാക്കർ, വീൽ ബാരോ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സെക്കൻഡ് ക്ലാസ് ലിവറിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് തേർഡ് ക്ലാസ് ലിവർ. തേർഡ് ക്ലാസ് ലിവർ എന്ന് പറയുമ്പോൾ അവിടെ എഫേർട്ട് ആണ് ലോഡിനും ഫൾക്രത്തിനും ഇടയിലായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഫിഗർ വരുന്നത്. എഫേർട്ടാണ് ലോഡിനും ഫൾക്രത്തിനും ഇടയിലായിട്ട് വരുന്നത്. നമുക്കറിയാം എഫേർട്ടും ഫൾക്രവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ബി, ലോഡും ഫൾക്രവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എ. ഇവിടെ നമ്മൾ B/A നമ്മുടെ ലീവറേജ് എഴുതി കഴിഞ്ഞാൽ ബി ആണ് ചെറിയ ക്വാണ്ടിറ്റി, അതുകൊണ്ട് തന്നെ B/A എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. ഇങ്ങനെയുള്ള ലിവേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഡ് മൾട്ടിപ്ലയർ ലിവർ. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹ്യൂമൻ ആം, ഷവല്, സ്റ്റേപ്ലർ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്,
തേർഡ് ക്ലാസ് ലിവറിന് എക്സാമ്പിൾ ആണ്. ലിവർ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ പുള്ളി കൂടി നോക്കി വെക്കണം. അതിനകത്ത് നമുക്ക് 3 ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്. പുള്ളിയും നമ്മൾ ഫസ്റ്റ് ഓർഡർ പുള്ളി, സെക്കൻഡ് ഓർഡർ പുള്ളി, തേർഡ് ഓർഡർ പുള്ളി എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ പുള്ളി നോക്കൂ, ഇതാണ് അതിന്റെ ഫിഗർ എന്ന് പറയുന്നത്. പുള്ളിയിൽ നമുക്ക് അതിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും അല്ലെങ്കിൽ വെലോസിറ്റി റേഷ്യോയും തന്നെയാണ് പഠിക്കാനുള്ളത്. പുള്ളിയുടെ കേസിൽ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു വെലോസിറ്റി റേഷ്യോ എന്നാണ് എടുക്കുന്നത്. ലോസ് ഒന്നും ഇല്ല എന്നാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ വെലോസിറ്റി റേഷ്യോ അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2:n ആണ്. ഇവിടെ ഓർത്ത് വെക്കണം, വേർ n ഈസ് ദി നമ്പർ ഓഫ് മൂവബിൾ പുള്ളീസ്. ഇവിടെ ഒരു പുള്ളി ഫിക്സഡ് ആണ്. അപ്പം നമ്മൾ നോക്കണം n ഈസ് ദി നമ്പർ ഓഫ് മൂവബിൾ പുള്ളീസ്. ഇനി സെക്കൻഡ് ക്ലാസ് പുള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടുത്തെ വെലോസിറ്റി റേഷ്യോ അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് n ആണ്. ഓർത്ത് വയ്ക്കുക, വേർ n ഈസ് ദി നമ്പർ ഓഫ് പുള്ളി. അവിടെ മൂവബിൾ പുള്ളി ഫിക്സഡ് പുള്ളി എന്നില്ല, n ഈസ് ദി നമ്പർ ഓഫ് പുള്ളീസ്. ഇനി തേർഡ് ഓർഡർ പുള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ വെലോസിറ്റി റേഷ്യോ അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2:n - 1 ആണ്. അവിടെയും n ഈസ് ദി നമ്പർ ഓഫ് പുള്ളീസ്. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒന്ന് ഓൾ അറൗണ്ട് പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ് പുള്ളിയിൽ 2:n, അത് n ഈസ് ദി നമ്പർ ഓഫ് മൂവബിൾ പുള്ളിയാണ്. സെക്കൻഡിൽ n ആണ്, അത് നമ്പർ ഓഫ് പുള്ളിയാണ്. തേർഡിൽ 2:n - 1 ആണ്, അത് നമ്പർ ഓഫ് പുള്ളി തന്നെയാണ്. ഓർത്ത് വെക്കുക. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കിതിന്റെ മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ലീനിയർ മോഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് നമുക്കറിയാം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ വിളിച്ച പേരാണ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയെ നമ്മൾ വിളിച്ച പേരാണ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റീസ് വെലോസിറ്റിയും ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ വെച്ച് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്ലോപ്പും ഏരിയയും നമുക്ക് എന്താണെന്ന് നോക്കണം. അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഞാൻ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഡായിരിക്കും. നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത് സ്പീഡാണ്. ഇനി ഞാൻ വരയ്ക്കുന്നത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ആയിരിക്കും. ഞാൻ ഷോർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഞാനൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിലറേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഏരിയ ആണ് നോക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കണം കേട്ടോ. ഏരിയ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് പഠിക്കാൻ എളുപ്പമാണ്. ഇനി ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത് ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ആരായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. ഇനി ഞാൻ വരയ്ക്കുന്നത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ആരായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഇനി ഞാനൊരു സ്പീഡ് ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ആരായിരിക്കും? ഡിസ്റ്റൻസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇത് കിട്ടുന്നത് ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രാഫിന്റെ ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ആയിട്ടാണ്. സ്ലോപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഡിവൈഡ് ചെയ്തിട്ടാണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ കണക്ട് ചെയ്ത് അടുത്തത് പഠിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇപ്പൊ ലീനിയർ മോഷന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ആരെയും കൂടെ ഓർക്കണം? സർക്കുലാർ മോഷനെ കൂടെ ഓർക്കണം. സർക്കുലാർ മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലീനിയർ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്ന പോലെ തന്നെ സർക്കുലാർ മോഷനിലും എന്തുണ്ടാവുന്നുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വിളിക്കുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിന് നമ്മൾ എപ്പോഴും തീറ്റ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് അല്ലെ. നമുക്കറിയാം 180 ഡിഗ്രി ഈക്വൽ ടു പൈ റേഡിയൻ ആണ്. നമുക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ ഡിഗ്രിയിലോ റേഡിയനിലോ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ അവിടെ ആരുണ്ടാവുന്നുണ്ട്? ഒരു ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവുന്നുണ്ട്. അതിനെ നമ്മൾ ഒമേഗ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആംഗുലാർ വെലോസിറ്റിയെ ഒമേഗ. അപ്പൊ എന്തായിരിക്കും? ഒമേഗയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരിക്കും. ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി ഇവിടുന്ന് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം. സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ റെവല്യൂഷൻസ് ആണ് നടക്കുന്നത് അല്ലെ. അപ്പം നമ്പർ ഓഫ് റെവല്യൂഷൻ നമ്മൾ n ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പം n റെവല്യൂഷൻ
പെർ മിനിറ്റിൽ നടക്കാം, n റെവല്യൂഷൻ ഒരു സെക്കൻഡിൽ നടക്കാം, n റെവല്യൂഷൻ ഒരു അവറിൽ നടക്കാം. അപ്പോഴെല്ലാം ഉള്ള ആംഗുലർ വെലോസിറ്റി ആയിരുന്നു നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, n റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണെങ്കിൽ അവിടുത്തെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് 2πn റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ഇനി n റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണെങ്കിൽ അവിടുത്തെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് 2πn/60 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഇനി n റെവല്യൂഷൻ പെർ അവർ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ 2πn/3600 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് അവിടുത്തെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, ഇവിടെ ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവുന്നതിനൊപ്പം തന്നെ ഓരോ പോയിന്റിലും ഒരു ലീനിയർ വെലോസിറ്റി അല്ലെങ്കിൽ ഒരു ടാൻജൻഷ്യൽ വെലോസിറ്റി കൂടെ എക്സേർട്ടഡ് ആവും. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? ടാൻജൻഷ്യൽ വെലോസിറ്റി v = r omega, where omega is the angular velocity and r is the radius of the circular path. ഇനി ആംഗുലാർ വെലോസിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ആംഗുലാർ ആക്സിലറേഷനും കൂടെ ഉണ്ടായിട്ടുണ്ടാവും. ആംഗുലാർ ആക്സിലറേഷനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ എന്നാണ്. ഇനി ആംഗുലാർ ആക്സിലറേഷൻ എക്സേർട്ടഡ് ആവുമ്പോൾ അവിടെ ആര് കൂടെ എക്സേർട്ടഡ് ആവും? ഒരു ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കൂടി ഉണ്ടാവും. അവിടെ നമുക്കൊരു ഇക്വേഷൻ പഠിക്കണം. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ നമ്മൾ എ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. a = r alpha, a = r alpha, where r is the radius of the circular path. ഇത്രയും കാര്യങ്ങൾ കൂടി അതിനകത്ത് ഓർത്തു വെക്കാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ അപ്വേർഡ് ഇൻ t സെക്കൻഡ് ആയിരുന്നു. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ t സെക്കൻഡ്. ഓക്കെ, എന്താണ് ആൻസർ? അപ്പം ഇവിടെ നമുക്ക് നോക്കണം. 1 സെക്കൻഡ്. ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് എന്നായിരുന്നു. അതിന്റെ ആൻസർ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ അപ്വേർഡ് ഇൻ t സെക്കൻഡ്. അപ്പൊ അതിന് മുന്നേയായിട്ട് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കണം. എന്താണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ? നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. v = u + at ഉണ്ട്, s = ut + ½ at² ഉണ്ട്, v² = u² + 2as. ഇങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട്. v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്, u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, s എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, t എന്ന് പറഞ്ഞാൽ ടൈം ആണ്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ആണ് മോഷൻ എങ്കിൽ, ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ = g എന്നാണ് എടുക്കുന്നത്. g എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. 9.8 m/s² ആണ്. ഇനി നമ്മളൊരു അപ്വേർഡ് മോഷൻ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ a = -g എന്നാണ് എടുക്കുന്നത്. അവിടെയും g എന്ത് തന്നെയാണ്? 9.8 m/s² തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ അപ്വേർഡ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? s = ut + ½ at². അവിടെ നമ്മൾ എക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? -g എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? s = ut - ½ gt². എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. h എന്ന് പറയുന്ന ഒരു ഹൈറ്റിലിരിക്കുന്ന ഒരു ബോഡി ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് √2gh ആണ്. h നിങ്ങൾക്കറിയാം ഇവിടെ തന്നിട്ടുള്ള ഹൈറ്റ് ആണ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം കൂടെ പഠിക്കണം, ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ. അപ്പം ഒരു മൂവിങ് സിസ്റ്റത്തിനകത്ത് നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ഫോഴ്സസ് എന്തായിരിക്കും? ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് എൻ ഇനേർഷ്യ ഫോഴ്സ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എസ് ഇസ് നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഇൻ എ മൂവിംഗ് സിസ്റ്റം ഈസ് ഡൈനാമിക് മൂവിംഗ് സിസ്റ്റം ഈസ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് എ ഇനേർഷ്യ ഫോഴ്സ്. നമ്മളിങ്ങനെ എഴുതും F - ma = 0. അതായത് ma എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്ത്? ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കാം. അപ്പൊ എന്താണ് ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ എന്നുകൂടി ഓർത്ത് വെക്കാം. ഡി-അലംബേർട്സ് പ്രിൻസിപ്പിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ലിഫ്റ്റിന്റെ മോഷൻ പറയുന്നത്. ഒരു ലിഫ്റ്റിന്റെ മോഷൻ പറയുമ്പോഴത്തേക്കും ലിഫ്റ്റിന്റെ വെയിറ്റ് നമുക്ക് താഴോട്ട് ആക്ട് ചെയ്യും.
ഒരു സ്ട്രിങ്ങിലാണ് ലിഫ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ സ്ട്രിങ്ങിന് എന്ത് കാണും? അവിടെ ഒരു ടെൻഷൻ കാണും. നമ്മൾ ലിഫ്റ്റ് അപ്വേർഡ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും? മേലോട്ടേക്കായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ടി ആയിരിക്കും ഗ്രേറ്റർ ദാൻ ഡബ്ല്യു. അപ്പൊ നമ്മൾ എഴുതും ടി മൈനസ് ഡബ്ല്യു ഈക്വൽ ടു എം ഇൻറ്റു എ. ഓക്കെ, അവിടെ മാസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബ്ല്യു എം ഇൻറ്റു ജി ആണ്. അപ്പൊ അവിടെ എനിക്ക് ജി എമ്മിന് എന്ത് എഴുതാം? ഡബ്ല്യു ബൈ ജി എന്ന് എഴുതാം. അങ്ങനെ ഞാൻ എം ഈക്വൽ ടു ഡബ്ല്യു ബൈ ജി ഇൻറ്റു എ എന്ന് എഴുതും. അപ്പൊ അവിടുത്തെ നമ്മുടെ ടെൻഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഡബ്ല്യു എ ബൈ ജി പ്ലസ് ഡബ്ല്യു ഇൻറ്റു 1 പ്ലസ് എ ബൈ ജി എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ തന്നെ ഒരു ലിഫ്റ്റ് ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡബ്ല്യു താഴേക്ക് ഉണ്ടാവും, ടെൻഷൻ കാണും, ആക്സിലറേഷനും താഴേക്ക് കാണും. അപ്പൊ അവിടെ നമുക്ക് എന്ത് എഴുതാം? ഡബ്ല്യു ഈസ് ഗ്രേറ്റർ ദാൻ ടി ആയിരിക്കും. കാരണം ആക്സിലറേഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പൊ നമ്മൾ എഴുതും ഡബ്ല്യു ബൈ മൈനസ് ടി ഈക്വൽ ടു ഇതേ ഇക്വേഷൻ നമുക്ക് എഴുതിയാൽ മതി, ഡബ്ല്യു ബൈ ജി ഇൻറ്റു ഐ ആണ്. അപ്പം ഇവിടെ ടെൻഷൻ ഈക്വൽ ടു ഡബ്ല്യു മൈനസ് ഡബ്ല്യു ബൈ ജി ഇൻറ്റു എ ആണ്. അപ്പൊ നമ്മൾ ഡബ്ല്യു വെളിയിലെടുത്തു കഴിഞ്ഞാൽ ടെൻഷൻ എന്ന് പറയുന്നത് 1 മൈനസ് എ ബൈ ജി എന്ന് കിട്ടും. ടെൻഷൻ ഈക്വൽ ടു, അപ്പം ഈ രണ്ട് ഇക്വേഷനും കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് എ സെക്കൻഡ്സ് പെൻഡുലം ആയിരുന്നു. ഓക്കെ, ടൈം പീരീഡ് ഓഫ് എ സെക്കൻഡ്സ് പെൻഡുലം. എന്താണ് ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ? സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനറ്റത്തൊരു ബോബ് ഉണ്ട്. ആ ബോബ് പീരിയോഡിക് ഓസിലേഷൻസ് നടത്തും അല്ലെ. അപ്പോൾ ഒരു എൻഡില് ബി എ എന്ന് പറഞ്ഞ എൻഡ് മുതൽ ബി വരെ എൻഡ് വരെ ട്രാവൽ ചെയ്യും. അപ്പൊ നമുക്കറിയാം ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എ ടു ബി ദെൻ ബി ടു എ ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മളൊരു ഓസിലേഷൻ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിനെയാണ് നമ്മൾ അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു ഫുൾ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്, വേർ എൽ ഈസ് ദി ലെങ്ത് ഓഫ് ദി പെൻഡുലം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു ബീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ മുതൽ ബി വരെ ട്രാവൽ ചെയ്യുന്ന ടൈമാണ്. അതായത് ഒരു ഹാഫ് ഓസിലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു ബീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പോയിന്റ് എന്ന് പറയുന്ന സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു ബീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 1 സെക്കൻഡ് എടുക്കും. ഒരു ബീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 1 സെക്കൻഡ് എടുക്കുന്ന പെൻഡുലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡ്സ് പെൻഡുലം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ബീറ്റ് ആണ് ഒരു ഓസിലേഷൻ. അപ്പോൾ ഒരു സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. അപ്പൊ അങ്ങനെയും പറയാറുണ്ട്, 2 സെക്കൻഡ് ടൈം പീരീഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ പെൻഡുലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെക്കൻഡ്സ് പെൻഡുലം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടൈം പീരീഡ് ഓഫ് എ സെക്കൻഡ്സ് പെൻഡുലം. ആൻസർ എന്താണ്? 2 സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കൂടെ ഓർത്തു വെക്കണം. ഒരു സെക്കൻഡ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനും നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ടി അറിയാം, 2 സെക്കൻഡ് ആണ്. ജിയും നമുക്ക് ഓൾറെഡി അറിയാം, 2π ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ നമുക്ക് സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ കേസിൽ ആ പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 994 mm. ഇത് ഓർത്ത് വെച്ചിരിക്കണം. മേ ബി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 994 mm. അതേപോലെ തന്നെ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഏത് പെൻഡുലം ആണെങ്കിലും, സിമ്പിൾ പെൻഡുലം ആണെങ്കിൽ അതിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യൂണിറ്റ് ഓഫ് പവർ ഈസ്. പവറിന്റെ യൂണിറ്റ് എന്താണ്? ആൻസർ അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം. നമുക്ക് ആൻസർ എന്താണെന്ന് അറിയാം, വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. അപ്പൊ ഇത് വർക്ക്, പവർ, എനർജി എന്ന് പറയുന്ന ടോപ്പിക് എന്ന് വരെയാണ്. നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്താണ് വർക്ക് എന്ന് പറഞ്ഞാൽ? വർക്കിന് നമ്മൾ W എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. വർക്ക് ഡൺ അല്ലെ, W ഇൻറ്റു D എന്നൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം വർക്ക് ഡൺ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിന്റെ യൂണിറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ഇതിനെ നമ്മൾ ഒറ്റയടിക്ക് വിളിക്കുന്ന പേരാണ് ജൂൾ. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ. ഇത് എന്ത് സിസ്റ്റമാണ്? SI യൂണിറ്റ് ആണ്. നമുക്ക് ഇതിന്റെ CGS യൂണിറ്റ് നോക്കാം. CGS യൂണിറ്റിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഡൈൻ ആണ്.
ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ ആണ്. അപ്പം CGS യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡൈൻ സെന്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ ഒറ്റയടിക്ക് വിളിക്കുന്ന പേരാണ് എർഗ്. ഓക്കെ, അപ്പൊ അത് രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വർക്ക് ഡണ്ണിന്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിലോ, ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം ML(T)⁻² ആണ്. അതിന് കൂടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൂടെ വരും. അപ്പൊ നമ്മുടെ ഡയമെൻഷൻ എന്ന് പറയുന്നതാണ് ML²T⁻². ഓർത്ത് വെക്കാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മളുടെ ക്വാണ്ടിറ്റി ആണ് പവർ. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്, അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം ആണ്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്, അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം ആണ്. നമുക്ക് യൂണിറ്റ് നോക്കാം. വർക്കിന്റെ യൂണിറ്റ് എന്തായിരുന്നു? SI യൂണിറ്റ് എന്തായിരുന്നു? ജൂൾ ആയിരുന്നു. ജൂൾ പെർ സെക്കൻഡ് ആണ്. ഈ ജൂൾ പെർ സെക്കൻഡിനെ നമ്മൾ വിളിച്ച പേരാണ് നമ്മുടെ ആൻസർ ആയ വാട്ട്. ഇനി CGS യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? CGS യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ് പെർ സെക്കൻഡ് ആയിരിക്കും. ഓർത്ത് വയ്ക്കുക, എർഗ് പെർ സെക്കൻഡ് ആയിരിക്കും. കാരണം CGS യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് എർഗ് ആണ്, ടൈം സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, ഇനി പവറിന്റെ SI യൂണിറ്റും CGS യൂണിറ്റും നമ്മൾ നോക്കി. നമുക്ക് മറ്റ് 2 യൂണിറ്റ് കൂടി ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. FPS യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നതാണ് ഹോഴ്സ് പവർ, HP അല്ലെ. FPS യൂണിറ്റ് ഓഫ് പവർ ആണ് ഹോഴ്സ് പവർ. ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട് ആണ്. ഓർത്ത് വയ്ക്കുക, അവർ തമ്മിലുള്ള റിലേഷൻ ആണ് പലതവണ ചോദിച്ചിട്ടുള്ളത്. ഒരു HP എന്ന് പറഞ്ഞാൽ, ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട് ആണ്. വാട്ട് SI യൂണിറ്റും HP FPS യൂണിറ്റുമാണ്. ഇനി ഈ FPS യൂണിറ്റായ HP യെ തന്നെ നമ്മൾ 2 പേരുകൂടെ വിളിക്കാറുണ്ട്. മെക്കാനിക്കൽ ഹോഴ്സ് പവർ, മെക്കാനിക്കൽ ഹോഴ്സ് പവർ എന്നും ഇംപീരിയൽ ഹോഴ്സ് പവർ എന്നും വിളിക്കാറുണ്ട്. ഓർത്ത് വയ്ക്കാം, മെക്കാനിക്കൽ ഹോഴ്സ് പവർ എന്നും ഇംപീരിയൽ ഹോഴ്സ് പവർ എന്നും എന്തിനെ വിളിക്കാറുണ്ട്? സാധാരണ ഹോഴ്സ് പവറിനെ വിളിക്കാറുണ്ട്. അത് SPS യൂണിറ്റ് ആണ്. ഓർത്ത് വയ്ക്കാം. ഇനി പവറിന് ഒരു MKS യൂണിറ്റ് കൂടെ ഉണ്ട്. പവറിന്റെ MKS യൂണിറ്റ് എന്ന് പറയുന്നത് മെട്രിക് ഹോഴ്സ് പവർ ആണ്. മെട്രിക് ഹോഴ്സ് പവർ ഓർത്ത് വയ്ക്കാം, മെട്രിക് ഹോഴ്സ് പവർ ആണ്. ഓക്കെ, മെട്രിക് ഹോഴ്സ് പവർ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാറുണ്ട് HP ഹോഴ്സ് പവർ ബ്രാക്കറ്റില് മെട്രിക്. നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മെട്രിക് ആണ് കേട്ടോ. മെട്രിക് ഹോഴ്സ് പവർ അല്ലെങ്കിൽ മെട്രിക് ഹോഴ്സ് പവർ. ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 735 വാട്ട് ആണ്. ഇതാണ് നമ്മളെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 735 വാട്ട് ആണ്. ഇതൊരു തവണത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 75 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ 1 സെക്കൻഡിൽ ഉയർത്താൻ ആവശ്യമായ പവറിനെ കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഇത് തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. മെട്രിക് എന്ന് പറഞ്ഞാൽ MKS യൂണിറ്റ് ആണ്, മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ FPS യൂണിറ്റ് ആണ്. അപ്പൊ വർക്കും പവറും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എനർജിയാണ്. എനർജി വളരെ എളുപ്പമാണ്. എനർജിയുടെ ഡയമെൻഷനും യൂണിറ്റും എല്ലാം ആസ് സെയിം ദാറ്റ് ഓഫ് വർക്ക് ആണ്. വർക്കിന്റെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് എനർജിയുടെ. എനർജിയിൽ നമുക്ക് പഠിക്കാനുള്ള 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഉണ്ട്, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, 12mv² ആണ്. പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ mgh ആണ്. അതേ ഞാൻ നേരത്തെ പവർ പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. പവറിന്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ബൈ ടൈം ആയിരുന്നു. അപ്പൊ വർക്കിന്റെ ഡയമെൻഷണൽ ഇക്വേഷൻ ml²T⁻² ആയിരുന്നു. അപ്പൊ വർക്ക് ബൈ ടൈം ആണ്. അപ്പൊ പവറിന്റേത് വന്നിട്ട് ml²T⁻³ ആണ്. ഇതുകൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. അതേപോലെ തന്നെ എനർജീന്റെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഒരു സർട്ടൺ ഹൈറ്റ് ഉള്ള ഒരാള് ഒരു വെയിറ്റ് തലയിൽ വെച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന
വർക്ക് ഡൺ എത്രയാണെന്ന് നമുക്ക് പെർപെൻഡിക്കുലർലി ആവുമ്പോൾ വർക്ക് ഡൺ 0 എന്ന് എഴുതാൻ തോന്നും. പക്ഷെ അങ്ങനെയല്ല. അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ mgh ആയിട്ട് എടുക്കണം. അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദാറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കണം. നമുക്ക് മാസ് തന്നിട്ടുണ്ടാവും, ഗ്രാവിറ്റി നമുക്കറിയാം, ഹൈറ്റും തന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്കൊരു നമ്പർ ആൻസർ ആയിട്ട് കിട്ടും. ആ കാര്യങ്ങളും കൂടി അവിടെ നിന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ റിലേറ്റഡ് ആണ്. എ ലാഡർ ഈസ് റെസ്റ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ലീനിങ് എഗെയിൻസ്റ്റ് എ വെർട്ടിക്കൽ വോൾ. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് അപ്വേർഡ് ആണോ, ഡൗൺവേർഡ് ആണോ, ഹൊറിസോണ്ടൽ ആണോ, വെർട്ടിക്കൽ ആണോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ജസ്റ്റ് ഫ്രിക്ഷൻ ഒന്ന് ഓട്ടിച്ച് നോക്കാം. ഫ്രിക്ഷൻ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് നമ്മൾ പി കൊടുക്കുന്ന സമയത്ത് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടുണ്ടാവുന്ന ഒരു റെസിസ്റ്റൻസ് ഫോഴ്സിനെയാണ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. അത് റെസ്റ്റിലുള്ള ബോഡീസിനെ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. മൂവ് ചെയ്യുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്താണ് ഓർത്ത് വെക്കുക? മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നെക്സ്റ്റ് നമുക്കിവിടെ നോക്കാം. നമുക്ക് പഠിക്കാനുള്ള ടേമാണ് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ലോ ഓഫ് ഫ്രിക്ഷൻ പ്രകാരം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി നോർമൽ റിയാക്ഷൻ നമ്മൾ ആർ എന്നാണ് എഴുതുന്നത്. അപ്പം നമ്മൾ എന്തെഴുതും? എഫ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ആർ എന്ന് എഴുതും. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, മ്യൂ എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു പോയിന്റ് കിട്ടും, മ്യൂ ഈക്വൽ ടു എഫ് ബൈ ആർ. ഇത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ദി റേഷ്യോ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. അതേപോലെ തന്നെ ഇവിടെ ഒരു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് പഠിക്കാനുണ്ട്. അതിനെ നിങ്ങൾ ഫൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും നോർമൽ റിയാക്ഷന്റെയും റിസൾട്ടന്റും നോർമൽ റിയാക്ഷനും ചേർന്നുണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ മെയ്ഡ് ബൈ ദി റിസൾട്ടന്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ ടു നോർമൽ റിയാക്ഷൻ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇവിടെ നിന്ന് നമ്മൾ ടാൻ ഫൈ എഴുതുന്ന സമയത്ത് നമുക്ക് മ്യൂ ആർ ബൈ ആർ എന്ന് കിട്ടും അല്ലെ. മ്യൂ ആർ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ, ടാൻ ഫൈ ഓപ്പോസിറ്റ് സൈഡ് മ്യൂ ആർ ബൈ ആർ എന്ന് കിട്ടും. അങ്ങനെ ആറും കട്ട് ചെയ്യുമ്പോൾ മ്യൂ എന്ന് കിട്ടും. മ്യൂ ആരായിരുന്നു? കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന് രണ്ട് ഡെഫിനിഷൻസ് ഉണ്ട്. ഒന്ന് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് എഫ് ആൻഡ് ആർ ആണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ദ ടാൻ ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. രണ്ടും ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്കൊരു കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടേം പഠിക്കാനുണ്ട്. കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടന്റിനെ ഞാൻ നോർമൽ റിയാക്ഷൻ എബൌട്ട് ആയിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? ഒരു കോണിന്റെ ഷേപ്പ് കിട്ടും അല്ലെ. അതിനെ വിളിക്കുന്ന പേരാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ. ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഫ്രിക്ഷനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടേം ആണ് ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽഫ ആണ് എഴുതുന്നത്. അതൊന്നുമില്ല, നമ്മളൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോഡി വെച്ച് കഴിയുമ്പോൾ അതിലൊരു സെൽഫ് വെയിറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഒരു സർട്ടൻ ഇൻക്ലിനേഷൻ എത്തുന്ന സമയത്ത് ഈ ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങും? റീപോസ് ചെയ്യാൻ തുടങ്ങും. എന്ത് കാരണം? അതിന്റെ വെയിറ്റ് കാരണം അത് റീപോസ് ചെയ്യാൻ തുടങ്ങും. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. അതായത് നമ്മൾ ഈ ഇൻക്ലിനേഷൻ കൂട്ടി വരുമ്പോഴത്തേക്കും ഒരു സർട്ടൺ ആംഗിളിൽ എത്തുമ്പോഴായിരിക്കും ആ ബോഡി നിറങ്ങി നീങ്ങുക അല്ലെ. അപ്പൊ നമുക്ക് അതിനെന്ത് വിളിക്കാം? ആംഗിൾ ഓഫ് റീപോസ്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി ആംഗിൾ ഓഫ് റീപോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ടേംസ് എല്ലാം പഠിച്ചു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ലാഡർ ഈസ് റെസ്റ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ലീനിങ് അഗെയിൻസ്റ്റ് എ വെർട്ടിക്കൽ വാൾ. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ്. അവിടെ നമുക്ക് നോക്കാം. ഒരു ലാഡർ വെക്കുന്ന സമയത്ത് ഈ ലാഡർ എന്ത് ചെയ്യും? ലീനിങ് എന്ന് പറഞ്ഞാൽ ഇത് നീങ്ങും അല്ലെ. നീങ്ങുന്ന സമയത്ത് മോഷൻ എങ്ങോട്ടാണ്? താഴോട്ടേക്കാണ്. അത് കാരണം ഫ്രിക്ഷൻ എന്താണ്? അപ്വേർഡ് ഡയറക്ഷനിലായിരുന്നു. അത് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ വെർട്ടിക്കൽ എൻഡില് ഫ്രിക്ഷന്റെ മോഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്. ഇനി ഹൊറിസോണ്ടൽ എൻഡിലെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷന്റെ മോഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ആണ് എന്ന് എഴുതുക അല്ലെ. അപ്പർ സൈഡിൽ വെർട്ടിക്കലിയും താഴത്തെ സൈഡിൽ ഹൊറിസോണ്ടലിയുമാണ് ഫ്രിക്ഷന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡീഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സ്ട്രെസ് ഉണ്ട്, സ്ട്രെയിൻ ഉണ്ട്, ഇലാസ്റ്റിക് ലിമിറ്റ് ഉണ്ട്, ബൾക്ക് മോഡുലസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും നോക്കണം അല്ലെ. നമുക്കറിയാം ഒരു ബോഡിയിൽ
നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ബോഡിയുടെ സർഫസിൽ ഈ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഫോം ചെയ്യും. ഓർത്തുവയ്ക്ക്, ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ ഫോം ചെയ്യുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ ഏരിയയാണ്. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ ഏരിയ. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അത് അതിന് ഇക്വലവന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് തന്നെ എഴുതാവുന്നതാണ്. സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. ഓർത്ത് വയ്ക്കുക, പാസ്കൽ. സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ആണ്. നെക്സ്റ്റ്, നമുക്ക് സ്ട്രെസ്സിനെ രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് നോർമൽ സ്ട്രെസ് എന്നും ഷിയർ സ്ട്രെസ് എന്നും പറയാം. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നോർമൽ ആണ്, സർഫസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ നമ്മൾ ഉണ്ടാവുന്ന ഫോഴ്സ് സ്ട്രെസ് ആണ് നോർമൽ സ്ട്രെസ്. ഇനി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഷിയർ ഫോഴ്സ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് ഷിയർ സ്ട്രെസ്. ഇനി നോർമൽ സ്ട്രെസ്സിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് ടെൻസൈൽ ഫോഴ്സ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് ടെൻസൈൽ സ്ട്രെസ്സും, നമ്മൾ കൊടുക്കുന്നത് കംപ്രസീവ് ഫോഴ്സ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് കംപ്രസീവ് സ്ട്രെസ്സുമാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഇനി സ്ട്രെസ്സിന് നമ്മൾ നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ സിഗ്മ എന്നും കംപ്രസീവ് സ്ട്രെസ്സിനെ നമ്മൾ ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ടോ എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ടേം ആണ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡീഫോമബിൾ ബോഡീസിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവരുടെ ലെങ്ത്തും അവരുടെ വിഡ്ത്തും എല്ലാം ചേഞ്ച് ചെയ്യും, അല്ലെ? അവരുടെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യും. ചിലപ്പം ലെങ്ത് ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്, ചിലപ്പോൾ അവരുടെ വോളിയം ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ടേം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം അതിന്റെ ഡയമെൻഷനും യൂണിറ്റും ഒക്കെ നോക്കുന്ന സമയത്ത് മുകളിലും താഴെയും ഒരേ ക്വാണ്ടിറ്റീസ് ആണ് വരുന്നത്. വോളിയം ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ലെസ് ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആണ്. അതിന് യൂണിറ്റും ഡയമെൻഷനും ഇല്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനും എന്തായിരുന്നു? ഡീഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ആയിരുന്നു. ഡീഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രെയിൻ. ഓർത്ത് വെക്കുക, ഡീഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്തിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ. ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ ഫോഴ്സ് പെർ ഏരിയ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. അതിന്റെ യൂണിറ്റും ഡയമെൻഷനും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻ ആയിരുന്നു പോയ്സൺ റേഷ്യോ ഈസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. പോയ്സൺ റേഷ്യോ ഈസ് ദി റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓർത്ത് വയ്ക്കുക, ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ ഇതിന് ഒരു പേരൂടെ ചിലപ്പോൾ എക്സാമിന് കാണാറുണ്ട്, ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ ബൈ ആക്സിയൽ സ്ട്രെയിൻ എന്നും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാലും അതെന്ത് തന്നെയാണ്? പോയ്സൺസ് റേഷ്യോ തന്നെയാണ്. അപ്പൊ പോയ്സൺ റേഷ്യോ ഈസ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറെ അധികം പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മെക്കാനിക്കൽ അപ്ലൈഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.